വെറും 5 മിനിറ്റ് കൊണ്ട് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റുമല്ലോ. AI യൂസ് ചെയ്ത് നമുക്കൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ആദ്യം ഞാൻ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്തു. വിഷ്വൽ സ്റ്റുഡിയോ കോഡിനകത്ത് ഗിറ്റ്ഹബ് കോപൈലറ്റ് ഞാൻ കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. ഗിറ്റ്ഹബ് കോപൈലറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ ചാറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഗിറ്റ്ഹബ് കോപൈലറ്റിന്റെ ഏജന്റ് മോഡ് എനേബിൾ ആയത് നിങ്ങൾക്ക് കാണാം. ഇനി ഏജന്റ് മോഡ് എനേബിൾ ചെയ്തിട്ടില്ല എന്ന് വെച്ചോ, അപ്പോൾ ഇവിടെ താഴെ ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്ത് അതിൽ നിന്ന് ഏജന്റ് എന്ന് സെലക്ട് ചെയ്യാം. ഇനി വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രോംപ്റ്റ് ഞാൻ ഇവിടെ ചാറ്റ് വിൻഡോയിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഞാനൊരു സ്കൂളിന്റെ വെബ്സൈറ്റ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് HTML5 CSS3 യൂസ് ചെയ്താണ് ചെയ്യണമെന്ന് പറഞ്ഞു. റെസ്പോൺസീവ് ഡിസൈൻ വേണമെന്ന് പറഞ്ഞു. അതിൽ ഏതൊക്കെ പേജ് വേണം? ഹോം, എബൌട്ട്, അക്കാദമിക്സ്, കോൺടാക്ട്. എനിക്ക് വേണ്ട വെബ്സൈറ്റിന്റെ സ്റ്റൈല്, ഇമേജ് വേണമെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള ഇൻഫോർമേഷൻ എല്ലാം പ്രോംപ്റ്റിന്റെ ഭാഗമായിട്ട് കൊടുക്കാം. എന്നിട്ട് സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇവിടെ കോപൈലറ്റിന്റെ ഏജന്റ് മോഡ് ഇപ്പോൾ എനേബിൾ ആണ്. ഇവിടെ ഉണ്ട് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ കോപൈലറ്റ് ഏജന്റ് മോഡിൽ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ചെയ്യുന്ന ഓരോ സ്റ്റെപ്പും അവിടെ എഴുതി കാണിക്കും. ഇപ്പോൾ പ്രോജക്റ്റിന്റെ സ്ട്രക്ചറാണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റൈൽ ഷീറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ കോപൈലറ്റ് ഏത് ലാംഗ്വേജ് മോഡൽ യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നിവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ക്ലോഡ് സോണറ്റ് 4 ആണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഫ്രീ വെർഷനാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ GPT 4.1 ആയിരിക്കും ഡിഫോൾട്ടായിട്ട് വരുന്നത്. ഞാൻ ക്ലോഡ് യൂസ് ചെയ്യാൻ കാരണം ക്ലോഡ് കോഡിങ്ങിന് കുറെ കൂടെ നല്ല പെർഫോമൻസ് കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ക്ലോഡ് സെലക്ട് ചെയ്തത്. ഇപ്പോൾ ഇൻഡെക്സ് പേജ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി എബൌട്ട് പേജ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്നും ചെയ്യേണ്ട, നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നാൽ മതി. കോപൈലറ്റ് ഏജന്റ് നമുക്ക് ആവശ്യമുള്ള എല്ലാ പേജും എല്ലാ കോഡും എഴുതി തരും. ഇപ്പോൾ അക്കാഡമിക്സ് പേജാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ താഴെ 3 ഫയൽസ് ചേഞ്ച് ഇരുന്നുണ്ടോ? ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫയൽസിന്റെ ലിസ്റ്റ് കാണാം. നമ്മൾ SVNലോ ഗിറ്റിലോ യൂസ് ചെയ്യുന്ന പോലെ ഇവിടെ എന്ത് ഫയലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, ഇതിലുള്ള ചേഞ്ചസ് എന്താണെന്ന് കാണണമെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പേജ് കോഡ് വിൻഡോയിൽ ഓപ്പൺ ചെയ്യും. അക്കാദമിക്സ് പേജ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഫൈനലി കോൺടാക്ട് പേജ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ആ വെബ്സൈറ്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, ഏതൊക്കെ പേജ് ഉണ്ട്, ആ പേജിൽ എന്തൊക്കെ കണ്ടന്റ് ആണുള്ളത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തന്നുകൊണ്ടിരിക്കുക. ഇനി ഈ വെബ്സൈറ്റ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കോഡ് വിൻഡോയിൽ റൺ ദിസ് വെബ്സൈറ്റ് എന്ന് പറഞ്ഞ് എൻ്റർ ചെയ്തു. ഈ കോപൈലറ്റ് ഏജന്റിന്റെ പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ അതിന് VS കോഡിനകത്ത് കംപ്ലീറ്റ് ആക്സസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് റൺ ചെയ്യാനുള്ള കമാൻഡ് നമ്മളിവിടെ തന്നിട്ടുണ്ട്. എലവ് എന്ന് പറഞ്ഞാൽ ഈ വെബ്സൈറ്റ് റൺ ചെയ്യും. ഇപ്പോൾ VS കോഡിന്റെ കൂടെയുള്ള ലോക്കൽ വെബ് സെർവർ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുന്നു. ഇനി എന്താ ചെയ്യുക? ഇനി ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമ്മുടെ പെർമിഷൻ ചോദിക്കുക. എലവ്. വെബ്സൈറ്റ് ഇത് ബ്രൗസറിൽ ഓപ്പൺ ചെയ്തിരിക്കുന്നു. അടിപൊളിയായിട്ടുള്ള വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഓരോ പേജിലേക്കുള്ള ലിങ്ക് ഉണ്ട്. ഇതെല്ലാം വർക്കിംഗ്. എബൌട്ടിൽ ക്ലിക്ക് ചെയ്ത് നോക്കി, കോൺടാക്ട് ക്ലിക്ക് ചെയ്തു. ഇനി നമ്മളിത് എടുത്ത് നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ വെച്ച് അപ്ഡേറ്റ് ചെയ്താൽ മതി.